Welcome back, and this is part 4 of memory and forgetting. അപ്പോൾ ഇനി നമുക്കിവിടെ പ്രധാനമായിട്ട് നോക്കാനുള്ളത് എന്തുകൊണ്ട് നമുക്ക് മറവി സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു പ്രധാന ചോദ്യം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സിലബസിന്റെ ഭാഗമാണ് ഈ ഒരു ചോദ്യം, വൈ വി ഫൊഗെറ്റ് എന്നുള്ളത്. അപ്പം മറവി അല്ലെങ്കിൽ ഫൊഗെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇത് എപ്പോഴാണ് ഇത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുക? നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ കഴിയാതെ വരുന്ന അവസരത്തിൽ, അല്ലെ? നമ്മൾ ആ ഒരു രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ മറന്നു എന്ന് പറയുന്നത് അത് നമുക്ക് റിക്കോൾ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് മറക്കുന്നത് എന്തുകൊണ്ടാണ്? ആദ്യമേ നമുക്ക് അറിയാമായിരുന്നു, ആ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തതാണ്, പക്ഷെ നമുക്കത് റിക്കോൾ ചെയ്യാൻ കഴിയുന്നില്ല. ദാറ്റ് ഇസ് വെൻ വി ഫൊഗെറ്റ് എന്നുള്ളത്, അല്ലെ? അപ്പോൾ ഒരുപാടധികം തിയറീസ് ഉണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്. നമ്മൾ എന്തുകൊണ്ട് മറക്കുന്നു, അല്ലെങ്കിൽ വൈ ദിസ് തിങ് ഹാപ്പൻസ്, ഈ ഫൊഗെറ്റിംഗ് നടക്കുന്ന എന്നുള്ളതിന് ഒരുപാടധികം തിയറീസ് ഉണ്ട്. അപ്പോൾ ഓരോ തിയറിയും ഫോക്കസ് ചെയ്യുന്നത് ഓരോ ഡിഫറെന്റ് മെമ്മറി പ്രോസസ്സിലാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ദ മെമ്മറിയിൽ അത് ഫോക്കസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ തിയറീസ് നമുക്ക് മനസ്സിലാക്കുമ്പോഴത്തേക്ക് വളരെ ഡൈനമിക് ആയിട്ടുള്ള ആ ഒരു മെമ്മറി എന്ന് പറയുന്നതിന്റെ ഈ ഡൈനമിക് ആയിട്ടുള്ള സ്വഭാവം, അതായത് റിട്ടൻഷൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്തുകൊണ്ട് റിട്ടൻഷൻ ഫെയിലിയർ അല്ലെങ്കിൽ റിക്കോൾ ഫെയിലിയർ സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇതില് ആദ്യം നമ്മൾ നോക്കുന്ന തിയറിയാണ് കൺസോളിഡേഷൻ തിയറി. വാട്ട് ഈസ് കൺസോളിഡേഷൻ? അതായത് മെമ്മറി കൺസോളിഡേഷൻ സ്റ്റെബിലൈസേഴ്സ് ന്യൂ മെമ്മറീസ് ആൻഡ് ഡിസ്റപ്ഷൻ ക്യാൻ ലീഡ് ടു ഫൊഗെറ്റിംഗ്. ഈ രണ്ട് പ്രധാന പോയിന്റ്സ് ആണ് നമ്മൾ ഈ കൺസോളിഡേഷൻ തിയറിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ കൺസോളിഡേഷൻ തിയറി പ്രൊപ്പോസ് ചെയ്തത് ഇസ് മുള്ളർ ആൻഡ് പിൽസക്കർ. ജോർജ് ഏലിയാസ് മുള്ളർ ആൻഡ് അൽഫോൺസ് പിൽസക്കർ, ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വാസ് സംവെയർ ഇൻ ദ 1900 എന്നുള്ളതാണ്. ഓക്കെ, നൗ ഈ ഒരു തിയറി അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ആദ്യം ദേ ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് മെമ്മറി കൺസോളിഡേഷൻ. ആദ്യമായിട്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ 1900 അത് കൊണ്ടുവന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഇവർ നടത്തിയ സജഷൻ എന്ന് പറയുന്നത് മെമ്മറീസ് ടേക്ക് ടൈം ടു ബിക്കം സ്റ്റേബിൾ. അപ്പം മെമ്മറി സ്റ്റേബിൾ ആകാനായിട്ട് സമയമെടുക്കും. ആൻഡ് ഈ സ്റ്റെബിലൈസേഷന്റെ പ്രോസസ് എന്ന് പറയുന്നതിനകത്ത് ചിലപ്പം ഡിസ്റപ്ഷൻ ഉണ്ടാകാം. അങ്ങനെ നമ്മൾ മറവി സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റപ്ഷൻ കാരണം ഫൊഗെറ്റിംഗിലേക്ക് എത്തുന്നു എന്നുള്ളത്. പിന്നീട് ഈ ഒരു ഐഡിയ, ഇവർ ജനറേറ്റ് ചെയ്ത ഈ ഒരു ഐഡിയ പിന്നീട് അത് കുറെ കൂടെ റിഫൈൻഡ് ആയി, കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്ത് പല റിസർച്ചേഴ്സ് കൂടി ചേർന്ന് അതിനകത്ത് ഡൊണാൾഡ് ഹെബ് എന്ന് പറയുന്ന ഒരു വ്യക്തി 1949 ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഹെൽപ്സ് us ടു understand the synaptic changes during consolidation. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കൺസോളിഡേഷൻ തിയറി എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രൊപ്പോസ് ചെയ്യുന്നത് മെമ്മറീസ് സ്റ്റെബിലൈസ് ആകാനായിട്ട് സമയമെടുക്കും. അപ്പം നമ്മൾ ആദ്യം നമുക്കൊരു മെമ്മറി കിട്ടി, അല്ലെങ്കിൽ ഒരു ഓർമ്മയിലേക്ക് പോകുന്നു, അതിനെ സ്റ്റേബിൾ ആക്കി എടുക്കണം, ഉറപ്പിക്കണം, അല്ലേ? അവിടെ അതിന് സമയമെടുക്കുന്നത് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ പ്രക്രിയക്കാണ് മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ വരുന്ന ഈ മെമ്മറി കൺസോളിഡേഷനിൽ? ഇറ്റ് ഇൻവോൾവ്സ്, ആദ്യം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫർമേഷൻ ഓഫ് ന്യൂ ഫ്രജൈൽ മെമ്മറി ട്രേസസ് ഇൻ ടു മോർ സ്റ്റേബിൾ ആൻഡ് ഡ്യൂറബിൾ ഫോം. ഇതാണ് പറയുന്നത്. സോ അപ്പൊ ഈ മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന മെമ്മറി, അല്ലെങ്കിൽ പുതിയതായിട്ട് കിട്ടുന്ന എന്തെങ്കിലും അതേ കണക്കുള്ള നോളജോ അറിവോ, അതാണല്ലോ നമ്മുടെ മെമ്മറിയിലേക്ക് പോകുന്നത്. അപ്പോ ഈ ഫ്രജൈൽ മീൻസ് ഏത് സമയത്തും നശിച്ചു പോകാൻ കഴിയുന്ന ഒരെണ്ണം ഒന്ന് കണക്കാക്കിക്കോ, ഉറപ്പില്ലാത്തത്. ഫ്രജൈൽ ആയിട്ടുള്ള ട്രേസസ് ഓഫ് മെമ്മറി അത് കുറെ കൂടെ സ്റ്റേബിൾ ആയിട്ടും ഡ്യൂറബിൾ മീൻസ് കുറെ നാളത്തേക്ക് നിലനിർത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഡ്യൂറബിളിനെ നമ്മൾ ഇവിടെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കൺസോളിഡേഷൻ ആക്ച്വലി ഇസ് ബിലീവ്ഡ് ടു occur at both the cellular and systemic levels in the brain. അപ്പോൾ ബ്രെയിനിന്റെ സെല്ലുലാർ ലെവലിലും ബ്രെയിൻ എന്ന സിസ്റ്റം എന്നുള്ള ആ ഒരു ലെവലിലും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹിപ്പോകാമ്പസ്
ആണ് ശരിക്കും എന്താ പറയണ്ടേ ഈ കൺസോളിഡേഷൻ ഷോർട്ട് ടേം മെമ്മറീസിനെ കൺസോളിഡേറ്റ് ചെയ്ത് ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ആ ഒരു ഒരു സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഈ സ്റ്റെബിലൈസേഷൻ പ്രോസസ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്താ പറയേണ്ടത് മെമ്മറി ട്രേസസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് അല്ലേ. നമ്മൾ ആദ്യം നമുക്ക് കിട്ടുന്ന ആ മെമ്മറീസ് ആണ് പീസസ് ഓഫ് മെമ്മറീസ് എന്ന് പറയാം, അല്ലെങ്കിൽ മെമ്മറി ട്രേസസ് എന്ന് പറയാം. ഇനിഷ്യലി അത് ഭയങ്കര ഫ്രജൈൽ ആണ്, ആൻഡ് അത് ഫ്രജൈൽ ആയതുകൊണ്ട് തന്നെ അത് ഡിസ്റപ്റ്റ് ആവാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ്. ഇനി ഓവർ ടൈം കുറെ നാളുകൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ട്രേസസ് എന്ന് പറയുന്നതിനെ കുറെ കൂടെ ഉറപ്പിക്കുന്നു, കുറെ കൂടെ സ്ട്രെങ്തൻഡ് ആക്കുന്നതിനെ. അതെങ്ങനെയാണ് സ്ട്രെങ്തൻഡ് ആകുന്നത്? ഈ കൺസോളിഡേഷൻ പ്രോസസ്. ഈ കൺസോളിഡേഷൻ പ്രോസസ് എന്ന് പറയുന്നതാണ് ഈ ഫ്രജൈൽ ആയിട്ടുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള ട്രേസസ് ഓഫ് മെമ്മറിയെ കുറെ കൂടെ പെർസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ലോങ് ടേം മെമ്മറിയിലേക്ക് അതിനെ എത്തിച്ച് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്റപ്ഷൻ എന്ന വാക്ക് നമ്മളിവിടെ ഉപയോഗിച്ചല്ലേ. അപ്പൊ ഈ കൺസോളിഡേഷൻ പ്രോസസ് എന്തെങ്കിലും ഒരു രീതിയിൽ ഇന്ററപ്റ്റഡ് ആവുകയാണെങ്കിൽ അവിടെ ഡിസ്റപ്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ എന്താ പറയണ്ട ട്രോമ അതിന്റെ ഒരു ഉദാഹരണമാണ്. എന്തെങ്കിലും ഒരു ട്രോമ വന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വന്ന്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഗതിയുടെ ഇന്റർഫിയറൻസ് അവിടെ വന്നു, ആ ഒരു മെമ്മറിക്ക് തടസ്സപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ അതിനേക്കാളും നമ്മുടെ മനസ്സിലുള്ള സംഗതിയേക്കാളും കുറെ കൂടെ പ്രാധാന്യമേറിയ എന്തെങ്കിലും ഒന്ന് അവിടെ വന്നു, അപ്പൊ ഇതിന് പ്രാധാന്യം ഇല്ലാതെയായി പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ കൺസോളിഡേഷൻ പ്രോസസ്സിന് തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കുഡ് ബി അമിതമായ സ്ട്രെസ് കൊണ്ടാകാം, ട്രോമ കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തിന്റെയെങ്കിലും ഇന്റർഫിയറൻസ് കൊണ്ടാകാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ നേരത്തെ സ്റ്റെബിലൈസേഷൻ പ്രോസസ്സിലായിരുന്ന മെമ്മറി അത് നമ്മൾ അങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഉദാഹരണം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഹെഡ് ഇഞ്ചുറി സംഭവിക്കുന്ന ആൾക്കാർ നമ്മൾ ഒരുപാട് അധികം കേട്ടിട്ടുണ്ട്, സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോ ഇഫ് ദ പേഴ്സൺ സസ്റ്റെയിൻസ് എ ഹെഡ് ഇഞ്ചുറി സൂൺ ആഫ്റ്റർ ലേണിംഗ് സംതിങ് ന്യൂ, എന്തെങ്കിലും പുതിയത് പഠിച്ച് അടുത്ത സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരുപാട് വൈകാതെ ഒരു ഹെഡ് ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഇഞ്ചുറി സംഭവിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൺസോളിഡേറ്റ് ആകുന്നില്ല. അപ്പോൾ ആ ഒരു മെമ്മറി അവിടെ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. ഇനി ഈ കൺസോളിഡേഷൻ തന്നെ രണ്ട് ടൈപ്സ് ഓഫ് കൺസോളിഡേഷൻ ഉണ്ട്. ഒന്ന് സിനാപ്റ്റിക് കൺസോളിഡേഷൻ, മറ്റൊന്ന് സിസ്റ്റംസ് കൺസോളിഡേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ലെവലിൽ അതിൻ്റെ ഇത് നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സിനാപ്റ്റിക് കൺസോളിഡേഷൻ എന്ന് പറയുന്നത് അത് ആ ഒരു ന്യൂറൽ ലെവലിലാണ്, അല്ലെങ്കിൽ ന്യൂറോണൽ ലെവലിൽ അത് നടക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ സിനാപ്റ്റിക് കൺസോളിഡേഷൻ നടക്കുന്ന സമയത്താണ് എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ ആ സിനാപ്സിന്റെ സ്ട്രെങ്തനിങ് അവിടെ നടക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ലേണിംഗ് എന്ന വാക്കുകൂടെ ഉപയോഗിക്കാം. പുതിയത് എന്തെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുന്ന അല്ലെ പുതിയ നോളജ് കിട്ടുന്നതിനെ ലേണിംഗ് എന്ന് നമുക്ക് പറയാമല്ലോ. ആ ലേണിംഗ് നടന്ന് ഏതാനും ചില മണിക്കൂറുകൾക്കകം ഈ ഒരു പ്രക്രിയ നടക്കണം എന്നുള്ളത്. ഇനി മറ്റൊന്ന് സിസ്റ്റംസ് കൺസോളിഡേഷൻ ആണ്. അപ്പോൾ ഈ സിസ്റ്റം കൺസോളിഡേഷനിൽ ആക്ച്വലി ഇൻവോൾവ് ചെയ്യുന്ന എന്താണ്, റീഓർഗനൈസേഷൻ ഓഫ് മെമ്മറി ഫ്രോം ഡിഫറെന്റ് ബ്രെയിൻ റീജൻസ്. ബ്രെയിനിന്റെ പല ഭാഗത്ത് നിന്ന് മെമ്മറിയെ മൊത്തത്തിൽ റീഓർഗനൈസ് ചെയ്തെടുക്കുന്നതിനെയാണ് സിസ്റ്റംസ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റിംഗ് ഫ്രം റിലയൻസ് ഓൺ ദി ഹിപ്പോകാമ്പസ് ടു ദ കോർട്ടിക്കൽ ഏരിയാസ്. അപ്പൊ ഇതിന് ദിവസങ്ങളോളം എടുക്കാം, ചിലപ്പം ആഴ്ചകൾ എടുക്കാം, ചിലപ്പം വർഷങ്ങൾ വരെ എടുക്കാം എന്നുള്ളതാണ്. ഐ മീൻ ഇതിന്റെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഇഫ് സമൺ ഇസ് ലേണിംഗ് ന്യൂ വൊക്കാബുലറി, പുതിയ വാക്കുകൾ പഠിക്കുകയാണെന്ന് കണക്കാക്കുക. ആൻഡ് പെട്ടെന്ന് ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന്, ഒരു ആക്സിഡന്റ് പോലെ എന്തെങ്കിലും ഒന്ന് വന്ന്, അപ്പൊ ഈ സ്ട്രെസ് ഇവിടെ ആ ഒരു കൺസോളിഡേഷൻ നടക്കുന്നതിനെ ഇന്റർഫിയറൻസ് ആയിട്ട് വന്നു. അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് അവർ മറന്നു പോകാനുള്ള ആ ഒരു ലൈക്ലി. ഇനി ഇത് നമ്മൾ തിരിച്ച് ഈ ടൈപ്സ് ഓഫ് കൺസോളിഡേഷനിലേക്ക് കൊണ്ടുപോവാം. ഈ സിനാപ്റ്റിക് കൺസോളിഡേഷൻ ആയിരുന്നാലും സിസ്റ്റംസ് കൺസോളിഡേഷൻ ആയിരുന്നാലും ശരി തന്നെ, അത് നടക്കുന്നതിന് ഒരു തടസ്സമായിട്ട് ഇത് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. കാരണം ഇവിടെ ഈ രണ്ട് തരത്തിലെ കൺസോളിഡേഷൻ നടക്കുന്നതിനും സമയം എടുക്കുമെന്നുള്ളതാണ്.
ഇപ്പം സിസ്റ്റംസ് കൺസോളിഡേഷൻ നടക്കുന്നതിന് ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കാം, ചിലപ്പോൾ വർഷങ്ങൾ വരെ എടുക്കാം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലോ എന്തെങ്കിലും സംഭവിക്കുന്നത്, അപ്പോഴാണ് ആ ഒരു മെമ്മറി ലോസ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, രണ്ടാമത്തെ തിയറി നമുക്ക് നോക്കാനുള്ളത് ഇസ് ദി ഇന്റർഫിയറൻസ് തിയറി. അപ്പൊ ഈ ഇന്റർഫിയറൻസ് തിയറി പ്രൊപ്പോസ് ചെയ്തത് ജോൺ എ മക്ഗിയോക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ മറ്റ് അനേകം പേരും ഉണ്ടായിരുന്നു ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് he actually built on the earlier work by another theorist named Hugo Musterberg. ഇതെല്ലാം നിങ്ങളുടെ നോട്ട്സിലുണ്ട് ഈ പേരുകളൊക്കെ. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴാണ് സംഭവിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ 1932 ഇത് സംഭവിക്കുന്നത്. ആൻഡ് മക്ഗിയോക്കിന്റെ വർക്കാണ് ഇവിടെ എന്താ പറയേണ്ടത് ഫൗണ്ടേഷണലായി മാറിയത്. ഈ ഒരു ഏരിയയിൽ ആ ഒരു 1930s 1940s ഒക്കെ ആയപ്പോഴത്തേക്ക് വളരെ ആധികാരികമായ ഒരു തിയറിയായി മാറി എന്നുള്ളതാണ് ഈ ഇന്റർഫിയറൻസ് തിയറി. അപ്പോൾ ഇന്റർഫിയറൻസ് തിയറിയിൽ എന്താണ് ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? ഇപ്പം മറവി സംഭവിക്കുന്നതിന്റെ തിയറീസ് ആണല്ലോ നമ്മളിവിടെ ഈ പറയുന്നത്. അപ്പോൾ ഫൊഗറ്റിംഗ് ഒക്കേഴ്സ് ബിക്കോസ് മെമ്മറീസ് കമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. രണ്ട് മെമ്മറീസ് തങ്ങളിൽ ദേ ആർ ഫൈറ്റിംഗ് ഫോർ എ പൊസിഷൻ. ഞാൻ റീറ്റെയിൻ ആകും എന്ന് രണ്ട് മെമ്മറീസ് തങ്ങളിൽ അവിടെ കമ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. പഴയ ഇൻഫർമേഷൻ പുറന്തള്ളപ്പെടും, പുതിയത് അവിടെ ആഡ് ചെയ്യപ്പെടും. ഓൾഡ് വിൽ ബി ഓവർ റിട്ടൺ ബൈ ന്യൂ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അതാണ് ഇന്റർഫിയറൻസ് തിയറി ശരിക്കും പറയുന്നത്. ആൻഡ് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഇന്റർഫിയറൻസ് ഉണ്ട്. ഒന്ന് പ്രോആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്നും പറയുന്നു, മറ്റൊന്നിനെ റെട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയും. അപ്പൊ പ്രോആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്താണ്? ഐ മീൻ this occurs when old memories interfere with the ability to learn and recall new information. മനസ്സിലായ? അതായത് പ്രോആക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ കാര്യമാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പൊ ഇവിടെ വില്ലൻ ആകുന്നത് ഓൾഡ് മെമ്മറീസ് ആണ്. അപ്പൊ ഓൾഡ് മെമ്മറീസ് ഇവിടെ ഒരു തടസ്സമായി നിൽക്കും. പുതിയ ഇൻഫർമേഷൻ പഠിക്കുന്ന ആ ഒരു എബിലിറ്റിയെ തടസ്സപ്പെടുത്തും. ആൻഡ് പുതിയ ഇൻഫർമേഷൻ റീകോൾ ചെയ്യുന്നതിനെ അത് തടസ്സപ്പെടുത്തും. അപ്പൊ ഇവിടെ പ്രോആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ ഓൾഡർ മെമ്മറി സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി the more similar the old and new information, the more likely proactive interference will occur. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് the more similar the old and new memories are. അപ്പൊ നമുക്ക് കിട്ടിയ ആ പഴയ ഇൻഫർമേഷൻ, നമുക്കുള്ള ആ ഒരു മെമ്മറി അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ആൻഡ് നമ്മളിപ്പം ഗെയിൻ ചെയ്യുന്ന പുതിയ ഇൻഫർമേഷൻ, അതിന്റെ സിമിലാരിറ്റി കൂടി വരികയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരേ കണക്കത്തെ ഇൻഫർമേഷൻ, അപ്പൊ നമുക്കറിയാം ഒരേപോലെ ഇരിക്കുന്ന കുറെ കൂടെ സാമ്യം, കുറെ കൂടെ ഒരു എന്താ പറയേണ്ടത്, ഒരു സിമിലാരിറ്റി. അപ്പോൾ സിമിലാരിറ്റി തന്നെ കൂടി വരാം അല്ലേ? അപ്പൊ സിമിലാരിറ്റി കൂടി വരുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ഐഡന്റിക്കൽ ട്വിൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ സിമിലാരിറ്റി കൂടുന്ന അനുസരിച്ച് ഈ പ്രോആക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു പോയിന്റ് നമ്മൾ പ്രത്യേകം ഓർത്തു മനസ്സിൽ വെച്ചോളുക. കാരണം ഇത് ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിക്ക് ഒരു മെമ്മറി ഓൾറെഡി ആ ഒരു വ്യക്തിയുടെ ബ്രെയിനിൽ ആ മെമ്മറി ഉണ്ട്. ആൻഡ് അതിന് സമാനമായ മറ്റൊരു ഇൻസിഡന്റ് സംഭവിച്ചു. അപ്പൊ ഇവിടെ ഏത് തരത്തിലുള്ള ഇന്റർഫിയറൻസ്, എങ്ങനെ ഇവിടെ മറവി സംഭവിക്കാം? അപ്പൊ അതിന്റെ ആൻസർ ആണ് പ്രോആക്റ്റീവ് ഇന്റർഫിയറൻസ് കൊണ്ട് ഇവിടെ മറവി സംഭവിക്കാം എന്നുള്ളത്. എക്സാമ്പിൾ നമുക്ക് ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ എടുക്കുക. ഇഫ് യു ലേൺ സ്പാനിഷ് ഫസ്റ്റ്, സ്പാനിഷ് ആദ്യം പഠിച്ചു എന്ന് കണക്കാക്കുക. ആൻഡ് ഇപ്പോ ഇറ്റാലിയൻ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? യുവർ നോളജ് ഓഫ് സ്പാനിഷ് വൊക്കാബുലറി വിൽ ഇന്റർഫിയർ വിത്ത് യുവർ എബിലിറ്റി ടു റിമെമ്പർ ന്യൂ ഇറ്റാലിയൻ വേർഡ്സ്. ഈ സെയിം സംഗതി തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാകുമല്ലേ? നമ്മൾ മലയാളം സംസാരിക്കുന്നവർ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ മലയാളത്തിലെ വാക്ക് പലപ്പോഴും നമ്മുടെ മൈൻഡിൽ അങ്ങ് വരും. പക്ഷേ ആ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന വാക്ക് അവിടെ വരില്ല. ഇനി അതിനെ തിരിച്ചിട്ട് നോക്കിയേ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പം എപ്പോഴും നമ്മൾ കിട്ടുന്ന ഇംഗ്ലീഷ് വാക്കിനെ ഏതെങ്കിലും ഒരു മലയാളം വാക്കുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്താൻ നോക്കും. അതുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗ് ചിലപ്പോൾ ഒരുപക്ഷെ ഫെയിൽ ആവും. കാരണം സത്യത്തിൽ എന്താണ്, എല്ലാ ഇംഗ്ലീഷ് വാക്കിനും ഒരു മലയാളം വാക്കില്ല. നേരെ മറിച്ച് എല്ലാ മലയാളം വാക്കിനും ഒരു ഇംഗ്ലീഷ് വാക്കും ഇല്ല. മനസ്സിലായി?
എത്രാമതെന്ന വാക്കെടുത്തേ മലയാളത്തിൽ, അതിനൊരൊറ്റ ഇംഗ്ലീഷ് വാക്കില്ല. അത് നമുക്കൊരു സെന്റൻസിൽ കൂടെ മാത്രമേ പറയാനായിട്ട് സാധിക്കൂ. അപ്പോൾ ആ കണക്ഷൻസ് വരുന്നത് കണ്ടോ അവിടെ. ഇനി റെട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്താണ്? Now, this happens when new information interferes with the recall of older memories. നേരെ തിരിച്ച് പ്രോആക്റ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റെട്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന പുതിയ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ആ ഇൻഫർമേഷൻ നമ്മുടെ പഴയ ഇൻഫർമേഷനെ അല്ലെങ്കിൽ പഴയ മെമ്മറിയെ റിക്കോൾ ചെയ്യുന്നതിന് ഒരു തടസ്സമായി വരുന്നത്. അത് റിക്കോൾ ചെയ്യാൻ തടസ്സമാകുന്നത് എന്തുകൊണ്ടാണ്? പഴയ മെമ്മറി നമ്മുടെ മൈൻഡിൽ നിന്ന് പോയി. ഈ പുതിയ മെമ്മറി അതിനെ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ റിട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് ഇസ് കോമൺ വെൻ ന്യൂ ആൻഡ് ഓൾഡ് മെമ്മറീസ് ആർ സിമിലർ. ഓക്കെ, അപ്പോൾ ന്യൂ ആൻഡ് ഓൾഡ് മെമ്മറീസ് അത് സിമിലർ ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് എഗെയിൻ കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പം നേരത്തെ നമ്മൾ നോക്കിയതിൽ എന്താണ് പ്രോആക്റ്റീവ് നടക്കുന്നത്? സിമിലാരിറ്റി കൂടിക്കൂടി വരുന്ന അനുസരിച്ച് പ്രോആക്റ്റീവ് ഇന്റർഫിയറൻസ് ഉണ്ടാകാനുള്ള സാധ്യത. അതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് എഫക്റ്റാ. പക്ഷെ രണ്ടിന്റെയും കാരണം ഇവിടെ സെയിം തന്നെയാണ്. കാരണം ഇസ് സിമിലാരിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഇവിടെ ഈ റെട്രോ ആക്റ്റീവിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും വീട് വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ടോ നമ്മൾ വീട് മാറി എന്ന് കണക്കാക്കുക. പുതിയ വീട്ടിലേക്ക് പോയാൽ ഇനിഷ്യലി യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റിക്കോൾ ദി അഡ്രസ് ഓഫ് യുവർ ഓൾഡ് ഹൗസ്. ആ പഴയ വീടിന്റെ ആ ഒരു പുതിയ വീട്ടിലോട്ട് മാറിയതിനു ശേഷം യു മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റിക്കോൾ ദി അഡ്രസ് ഓഫ് യുവർ ഓൾഡ് ഹൗസ്. എന്തുകൊണ്ടാണ്? ന്യൂ അഡ്രസ് ആക്ച്വലി ഇന്റർഫിയേഴ്സ് വിത്ത് ദ മെമ്മറി ഓഫ് ദ ഓൾഡ് വൺ. ഞാൻ പറയുന്നത് പുതിയ വീട് മാറി ചെന്നിട്ട് അന്ന് നടക്കുമെന്നല്ല പറയുന്നത്, കുറച്ച് അതിനുള്ള ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ പ്രോആക്റ്റീവ് ആയിരുന്നാലും റെട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരുന്നാലും ഇറ്റ് ഷോസ് ദാറ്റ് മെമ്മറി ഈസ് നോട്ട് ഓൾവേസ് ഐസൊലേറ്റഡ്. മെമ്മറി ഐസൊലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളല്ല മെമ്മറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ മെമ്മറിയും തനിയെ നിൽക്കുന്നതല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ പലപ്പോഴും മെമ്മറീസ് തങ്ങളിൽ ഒരു ഇന്ററാക്ഷൻ അവിടെ നടക്കും. ഈ ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് പഴയ മെമ്മറി പുതിയ മെമ്മറി എന്നൊക്കെയുള്ള ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്താണ് ശരിക്കും അത് മറന്നു പോകാനുള്ള അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് മറന്നു പോകാനുള്ള ഒരെണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ആ ഒരു സിറ്റുവേഷൻ അവിടെ വരും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇസ് ദ DK തിയറി. DK, എഡ്വേർഡ് തോണ്ടിക്, കേട്ടിട്ടുണ്ടാവില്ലേ ഈ പേര്? 1914 എഡ്വേർഡ് തോണ്ടിക് പ്രൊപ്പോസ് ചെയ്തതാണ് ഈ DK തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ DK തിയറി ശരിക്കും എന്താ പറയുന്നത്? It says that forgetting happens because memory traces gradually weaken അല്ലെങ്കിൽ they fade over time when they are not used or rehearsed. അപ്പൊ നമുക്കറിയാം ഷോർട്ട് ടേം മെമ്മറിയിൽ മെമ്മറി കൂടുതൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിഹേഴ്സൽ നടത്തണമെന്ന് അറിയാം. റിഹേഴ്സൽ നടത്തിയാൽ അത് ഉറപ്പിച്ച് നമുക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തും എന്നുള്ളതും അറിയാം. അപ്പോൾ ഈ ഒരു തിയറി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം റെലവെന്റ് ആയിട്ട് വരുന്നത് ഷോർട്ട് ടേം മെമ്മറിക്ക് തന്നെയാണ് അല്ലെ. STM, ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറിയിലാണ് മെമ്മറി ട്രേസസ് ഉള്ളതും, ആൻഡ് ദാറ്റ് ഇസ് വേ ദ ട്രേസസ് ആർ ബിലീവ് ടു ഡീകേ ഫാസ്റ്റ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് മെയിൻറ്റെയിൻഡ് ആക്റ്റീവ്ലി. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ അത് വീണ്ടും റെപ്പറ്റീഷനിലൂടെയോ നമ്മൾ അതിനെ ആക്റ്റീവ് ആക്കി നിർത്തിയില്ല എങ്കിൽ ഈ DK സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഷോർട്ട് ടേം മെമ്മറിയിൽ തന്നെയാണ്. ഇനി എന്താ പറയേണ്ടത്? ഈ ഒരു മെമ്മറി ട്രേസസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് മെമ്മറി ട്രേസസ്? അപ്പൊ ഈ ഒരു തിയറി അനുസരിച്ച് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ മെമ്മറീസ് ആർ സ്റ്റോർഡ് ആസ് ട്രേസസ് ഇൻ ദ ബ്രെയിൻ. ട്രേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ കഷ്ണങ്ങൾ എന്നുള്ളത്. as traces. And ഈ traces ഉണ്ടല്ലോ, ഇത് ഡീകേ ആകാം അല്ലെങ്കിൽ ഡീഗ്രേഡ് ആകാം സമയം പോകുന്നതനുസരിച്ച്. So here the longer information goes unused, the more likely that the traces will fade. അതായത് നമ്മൾ ഉപയോഗിക്കാതെ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ, ഇതാ നമ്മൾ പറയുന്നത് എനിക്കത് അറിയാമായിരുന്നു പക്ഷെ ഞാനത് മറന്നുപോയി ഇപ്പം. സോ ദ ലോങ്ങർ ഇറ്റ് ഇസ് നോട്ട് യൂസ്ഡ്, നമ്മൾ ഒരുപാട് നാളത് ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഫേഡ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇവിടെ നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും കൂടെ കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ അവിടെ രണ്ടും ഈ DK തിയറി എങ്ങനെയാണ് വരുന്നത്?
പ്രൈമറിലി ഡി കെ തിയറി അപ്ലൈസ് ടു ഷോർട്ട് ടേം മെമ്മറി കേട്ടോ. അപ്പൊ ഷോർട്ട് ടേം മെമ്മറിയിലാണ് മെമ്മറീസ് ഹെൽഡ് ഫോർ അബൌട്ട് 20 to 30 സെക്കൻഡ്സ്. ഓർക്കുന്നില്ലേ നമ്മൾ പറഞ്ഞ ആ ഒരു 20-30 സെക്കൻഡിനാണ് റിഹേഴ്സൽ ഇല്ല എങ്കിൽ അത് സാധാരണഗതിയിൽ നിലനിൽക്കുന്നത്. റിഹേഴ്സൽ ഇല്ല അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നമ്മൾ ആ ഒരു മെമ്മറിയെ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള ഈ ഒരു ഇൻഫർമേഷൻ മറന്നു പോകും എന്നുള്ളതാണ്. പക്ഷേ ഡി കെ തിയറി ലോങ് ടേം മെമ്മറിക്ക് അത്ര ആപ്ലിക്കബിൾ അല്ല എന്നുള്ള ആ ഒരു സത്യവും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് മെമ്മറീസ് ഉറപ്പിച്ചു കഴിഞ്ഞു ഓൾറെഡി. ആൻഡ് അവിടെ എന്താ പറയേണ്ടത്, ആക്റ്റീവ് ആയിട്ടുള്ള റിഹേഴ്സൽ ഇല്ല എങ്കിൽ പോലും ആ ഒരു ഇൻഫർമേഷൻ കുറേ നാൾ അവിടെ നിൽക്കും അല്ലേ. റൈറ്റ്. ഇനി അടുത്തത് ക്യൂ ഡിപ്പെൻഡന്റ് ഫൊഗെറ്റിംഗ്. ഈ ക്യൂ എന്താണ്? ഒരു ക്ലൂ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇത് എൻഡൽ ടുൾവിംഗ് ആണ് ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തത്. ആൻഡ് ദിസ് വാസ് ഇൻ 1974. അപ്പൊ എന്താണ് ഈ ക്യൂ ഡിപ്പെൻഡന്റ് ഫൊഗെറ്റിംഗ് എന്ന് പറയുന്നത്? Now, this occurs when memories are available in long-term memory, but it cannot be retrieved because of the absence of appropriate cues for retrieval. ഇപ്പൊ നമുക്ക് ആ ഒരു മെമ്മറി തിരിച്ചു വരണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ലൂ വേണം അല്ലേ നമ്മുടെ മെമ്മറിയിൽ നിന്ന് അതിനെ കൊണ്ടുവരാനായിട്ട്. നമ്മൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പഠിച്ചു, പ്രിപ്പയർ ചെയ്ത് നല്ല പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരുപാട് അധികം ഇൻഫർമേഷനും അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടുത്തെ ക്ലൂ എന്താണ്? നമ്മുടെ ചോദ്യം അല്ലെ. ചോദ്യവും അതിന് കിട്ടുന്ന ഓപ്ഷൻസും അതാണ് നമ്മളെ ആ ഒരു ഇൻഫർമേഷനെ പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു ക്യൂ എന്ന് പറയുന്നത്. സോ ഹിയർ വാട്ട് ഹാപ്പൻസ്, ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രോപ്പർ അല്ല എങ്കിൽ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നതിന് ബുദ്ധിമുട്ടായിട്ട് വരുമല്ലേ. അപ്പൊ ഈ ഒരു തിയറി അനുസരിച്ച് മെമ്മറി റിട്രീവൽ എന്ന് പറയുന്നത് ഈസ് ഹൈലി ഡിപ്പെൻഡന്റ് ഓൺ ഒന്നുകിൽ ആ ഒരു എൻവയൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റുവൽ ക്ലൂസിൽ നമ്മൾ ഏത് സാഹചര്യത്തിലാണോ അതനുസരിച്ചിരിക്കും നമ്മുടെ ഈ ഒരു റിട്രീവൽ എന്ന് പറയുന്നത്. ആൻഡ് സ്പെസിഫിക്കലി എന്താണ് നമുക്ക് ഈ ക്യൂസ് എന്ന് പറയുന്നതോ, എന്ത് തരമായിരിക്കണം ക്യൂസ്? ക്യൂസ് ദാറ്റ് വേ പ്രസന്റ് വെൻ മെമ്മറി വാസ് എൻകോഡഡ്. ഈ ക്യൂസും അല്ലെങ്കിൽ ഈ ക്ലൂ എന്ന് പറയുന്നതും നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ എൻകോഡ് ചെയ്ത് മെമ്മറിയിലേക്ക് വെക്കുമല്ലോ, ആ സമയത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു ക്ലൂ ആയിരിക്കണം, അല്ലെ ഒരു ക്യൂ ആയിരിക്കണം. ക്യൂ ക്ലൂ രണ്ടും സെയിം ആണ്. ഇതുകൊണ്ടാണ് അല്ലെ നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചാൽ ഉടൻ നമ്മൾ കോൺസെപ്റ്റ് ചെക്കിംഗ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ നോക്കുന്നത്. ആ കോൺസെപ്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കോൺസെപ്റ്റ് ചെക്കിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ അതവിടെ ഒരു ക്ലൂ ആയിട്ട് അതവിടെ സെർവ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഈ റിട്രീവൽ ക്ലൂസിന്റെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യൂസ് അല്ലെങ്കിൽ ക്ലൂസ് തന്നെയാണ് ഇവിടുത്തെ സ്റ്റിമുലസ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സിഗ്നൽ എന്നുള്ളത്, ആ ഒരു റിക്കോളിനെ ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഇനി ചിലപ്പം ഈ ക്ലൂസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആകാം. എക്സ്റ്റേണൽ എന്ന് പറയുമ്പം ഒരു സ്പെസിഫിക് ലൊക്കേഷൻ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴോ ആ ലൊക്കേഷനിൽ പോകുമ്പോഴോ ചില മെമ്മറീസ് നമുക്ക് വരുന്നത്. ഇനി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് കാണുമ്പോഴോ ഒരു സൗണ്ട് കേൾക്കുമ്പോഴോ ചില മെമ്മറീസ് നമുക്ക് വരുന്നത്. ചിലപ്പം അത് ഇന്റേണൽ ആകാം ഈ റിട്രീവൽ ക്ലൂ എന്ന് പറയുന്നത്, നമ്മുടെ മൂഡ് അനുസരിച്ച്, മാനസിക അവസ്ഥ അനുസരിച്ച് അല്ലെ. അപ്പോ ഈ ക്യൂസ് എന്ന് പറയുന്നത് ഇല്ലാതെ വരുന്ന അവസരത്തില് അല്ലെങ്കിൽ ആ ഒറിജിനൽ കോണ്ടെക്സ്റ്റില് നമ്മൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി കയറിയിട്ടുള്ള ആ ഒരു ക്ലൂ അല്ല ഇവിടെ പ്രസന്റ് ആകുന്നതെങ്കിൽ റിട്രീവൽ ഡിഫിക്കൽട്ട് ആയിട്ട് വരും. ആ മെമ്മറി ഓൾറെഡി ലോങ് ടേം മെമ്മറിയിൽ ഉണ്ടെങ്കിൽ പോലും റിട്രീവൽ ഡിഫിക്കൽട്ട് ആയിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് തിയറി. എന്താണ് ഈ ഡിസ്പ്ലേസ്മെന്റ് തിയറി? ഡൊണാൾഡ് ബ്രോഡ്ബെന്റ് ആണ് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് തിയറി പ്രൊപ്പോസ് ചെയ്തത്. ഈ പേരുകളൊക്കെ നോട്ട്സിലുണ്ട്. 1958 അദ്ദേഹം ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തത്. സോ വാട്ട് ഈസ് ദിസ് തിയറി? ഡിസ്പ്ലേസ്മെന്റ് തിയറി പ്രധാനമായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഷോർട്ട് ടേം മെമ്മറിയിലാണ്. ഓക്കെ. ആൻഡ് ഈ തിയറി നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ ഇൻഫർമേഷൻ ഡിസ്പ്ലേസ് ചെയ്യും അല്ലെങ്കിൽ പുഷ് ചെയ്യും അല്ലെ തള്ളിക്കളയും പഴയ ഇൻഫർമേഷനെ. കാര്യം എന്താണ്?
കപ്പാസിറ്റി ലിമിറ്റഡ് ആണ് ഷോർട്ട് ടേം മെമ്മറിയുടെ. ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് തിയറി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? അപ്പോ ഷോർട്ട് ടേം മെമ്മറിക്ക് ടിപ്പിക്കലി എന്താണ് 7 ± 2 ഐറ്റംസ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോ ഒരു 8ാമത്തെ ഐറ്റം വരുമ്പോഴത്തേക്ക് ആദ്യം വന്നത് അങ്ങ് ഡിസ്പ്ലേസ്ഡ് ആകാനുള്ള സാധ്യത അവിടെയുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ദ ഡിസ്പ്ലേസ്മെന്റ് തിയറി. ഓക്കെ, അടുത്ത ഒരു തിയറി നമുക്ക് നോക്കാനുള്ളത് ഇസ് റിപ്രഷൻ. റിപ്രഷൻ ഫ്രോയിഡിന്റെ തിയറിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഏകദേശം ആ ഒരു 1895 മുതൽ ഒരു 10 വർഷത്തിനിടയിലാണ് ശരിക്കും എന്താ പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറി കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പം റിപ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ആ ഒരു സൈക്കോ അനലിറ്റിക്കൽ തിയറി അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക് തിയറിയുടെ കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു റിപ്രഷൻ തിയറി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് റെഫറിങ് ടു അൺകോൺഷ്യസ് ബ്ലോക്കിംഗ് എന്നുള്ളതാണ്. അൺകോൺഷ്യസ്, ശരിക്കും കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ID, ഈഗോ, സൂപ്പർ ഈഗോ, ഇതൊക്കെയല്ലേ സൈക്കോ അനലിറ്റിക് തിയറിയുടെ പാർട്ടായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ നൗ ഇറ്റ് റെഫേഴ്സ് ടു അൺകോൺഷ്യസ് ബ്ലോക്കിംഗ്. അപ്പൊ ഇവിടെ അൺകോൺഷ്യസ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന എന്തിനാണ്? ഡിസ്ട്രെസ്സിങ് അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള മെമ്മറീസ് മനസ്സെടുക്കുന്ന ഒരു മാർഗമാണ്. ഡിസ്റപ്റ്റിംഗ്, നമുക്ക് ഭയമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു ട്രോമ ഉണ്ടാക്കുന്ന ആ തരത്തിലുള്ള മെമ്മറീസ് അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ ബ്ലോക്ക് ചെയ്യുകയാണ്. നമ്മുടെ കോൺഷ്യസ് അവെയർനെസ്സിലേക്ക് വരാതെ അതിനെ തടയുക എന്നുള്ളത് ബ്രെയിനിന്റെ ഒരു മെക്കാനിസം തന്നെയാണിത്, ടു കീപ് അവർ സെൽഫ്സ് ഹെൽത്തി. ഫ്രോയിഡിന്റെ അഭിപ്രായം അനുസരിച്ച് റിപ്രഷൻ ഇസ് ആക്ച്വലി എ ഡിഫൻസ് മെക്കാനിസം. ഞാനിപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഒരു സൈക്കോളജിക്കൽ ട്രോമയിലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ഹാം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പെയിൻഫുൾ ആയിട്ടുള്ള, നമുക്ക് ദുഃഖം തരുന്ന തരത്തിലുള്ള മെമ്മറീസ് നമ്മുടെ ആ ഒരു അവെയർനെസ്സിൽ നിന്ന് മാറ്റിവെക്കുന്നു. അവെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ ഉണർന്ന് ഇരിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അവെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, മറ്റൊരെണ്ണം അംനീഷ്യ ആണ് നമ്മൾ ഫൊഗെറ്റ് ചെയ്യാനുള്ള മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് റിസർച്ചേഴ്സ് വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ പേര് എടുത്ത് ഇതിനകത്ത് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ആ ഒരു ലേറ്റ് 19th to the late 20th century വരെ ഓൾമോസ്റ്റ് 100 കൊല്ലത്തോളം ഇതിന്റെ എന്താ പറയേണ്ടത് റിസർച്ച് അംനീഷ്യയെ കുറിച്ചുള്ളത് നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ ഒരു ഷോർട്ട് ഓവർവ്യൂ, ഒരു ഹിസ്റ്ററി ഞാൻ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ് ഫ്രം ദ നോട്ട്സ്. അപ്പം ഈ അംനീഷ്യ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും കണ്ടീഷൻ? അതായത് ഒന്നുകിൽ ഒരു പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു മെമ്മറി ലോസ് ആണ് അംനീഷ്യ എന്ന് പറയുന്നത്. ആൻഡ് ഈ അംനീഷ്യ ഒരു ബ്രെയിൻ ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് വരാം, എന്തെങ്കിലും ഒരു ഇൽനെസ്, ഒരു രോഗത്തിന്റെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ട്രോമയുടെ ഭാഗമായിട്ട് മനുഷ്യന് അംനീഷ്യ സംഭവിക്കാമെന്നാണ്. ഇവിടെയും 2 തരത്തിലുള്ള അംനീഷ്യ ഉണ്ട്. retrograde amnesia and anterograde amnesia. So what is the retrograde amnesia? ഇവിടെ വ്യക്തികൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് they lose the ability to recall information from before the onset of amnesia. അപ്പൊ എന്താ ശരിക്കും ഇവിടെ പറയുന്നത്? ബിഫോർ ദി ഓൺസെറ്റ് ഓഫ് അംനീഷ്യ. അപ്പൊ അംനീഷ്യ തുടങ്ങുന്നതിന്, അതാണ് അംനീഷ്യ തുടങ്ങുന്ന സമയം, അതാണ് ഓൺസെറ്റ് ഓഫ് അംനീഷ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ അതിന് മുന്നേ ഉള്ള ഇൻഫർമേഷൻ ഓർക്കാൻ, അംനീഷ്യ തുടങ്ങിയ സമയത്തിന് മുന്നേ ഉള്ള ഇൻഫർമേഷൻ ഓർക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിനെയാണ് റിട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയുന്നത്. അപ്പോ മെമ്മറീസ് ഫോംഡ് ബിഫോർ ദ ട്രോമ, അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചുറി, അതിന് മുന്നേ ഉള്ള മെമ്മറീസ് ലൂസ് ആകും. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിലും സംടൈംസ് ഓൾഡർ മെമ്മറീസ് ആർ ഓഫൻ പ്രിസർവ്ഡ്. കുറെ കൂടെ പഴക്കമുള്ള മെമ്മറീസ് ആർ ഓഫൻ പ്രിസർവ്ഡ് എന്നുള്ളതാണ്. ആ ഒരു അതായത് ഈ അംനീഷ്യ സംഭവിക്കാനായിട്ട് ആധാരമായ ഒരു കാരണം ഉണ്ടാകുമല്ലോ, ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഇൽനെസ്.
ആ ഇൽനെസ് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചറി സംഭവിക്കുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുന്നേ ഉള്ള മെമ്മറീസ് അവിടെ ഒരു പക്ഷേ കാണും. അപ്പൊ ഈ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു വ്യക്തിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഹി മേ നോട്ട് റിമെമ്പർ ഡീറ്റെയിൽസ് അബൌട്ട് ദ ഇവന്റ്സ് ദറ്റ് ഒക്കേർഡ് മേ ബി ഡേയ്സ് ഓർ വീക്സ് ബിഫോർ ദി ആക്സിഡന്റ്. പക്ഷേ വർഷങ്ങൾ മുന്നേ ഉള്ള കാര്യങ്ങൾ ആ വ്യക്തിക്ക് ഇപ്പോഴും ഓർമ്മ കാണും. അതാണ് റെട്രോഗ്രേഡ് അംനീഷ്യ. ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക. ഇനി ആന്ററോഗ്രേഡ് അംനീഷ്യ എന്താണ്? അപ്പോൾ ഈ ആന്ററോഗ്രേഡ് അംനീഷ്യയില് individuals will lose the ability to form new memories after the onset of amnesia. Retrograde amnesiaക്ക് തൊട്ട് മുന്നേ ഉള്ള കാര്യങ്ങൾ പോകുന്നു. ആന്ററോഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അംനീഷ്യ വന്ന ആ ഒരു സമയം മുതൽ അവർക്ക് അതിനുശേഷമുള്ള മെമ്മറീസ് അവർക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. At the same time, memories formed before the event remain intact. അപ്പോൾ അംനീഷ്യ ഉണ്ടാകണമെങ്കിൽ ഒരു ഇവന്റ് സംഭവിക്കണം. ഒരു ആക്സിഡന്റോ ഒരു ബ്രെയിൻ ഇഞ്ചറിയോ ഇൽനെസ്സോ, അതാണ് ആ ഇവന്റ് എന്ന് പറയുന്നത്. അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ ഓർമ്മ കാണും. അപ്പോൾ നമ്മൾ ഈ റെട്രോഗ്രേഡില് തൊട്ട് മുന്നേ ഉള്ള കാര്യങ്ങൾ മറന്നു പോകുന്നു, പക്ഷെ വളരെ പഴക്കമുള്ള കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നു. ഇവിടെ ആന്ററോഗ്രേഡില് ശരിക്കും എന്താ സംഭവിക്കുന്നത്? അവർക്ക് അതിന്റെ തൊട്ട് മുന്നേ ഉള്ള കാര്യങ്ങളും അതിനു മുന്നേ ഉള്ള കാര്യങ്ങളും അവർക്ക് അവിടെ ഓർമ്മ വരുന്നു, പക്ഷെ പുതിയ മെമ്മറീസ് അവർക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പുതിയ മെമ്മറി സ്റ്റോർ ചെയ്യാനായിട്ട് ലോങ് ടേം മെമ്മറിയിലേക്ക് അവർക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. ദാറ്റ് ഇസ് അഗെയിൻ എന്താ പറയേണ്ടത്? ഇറ്റ് ലീഡ്സ് ടു ദ ഇൻഎബിലിറ്റി ടു റിക്കോൾ റീസെന്റ് ഇവന്റ്സ് എന്നാണ്. റൈറ്റ്, ഓക്കെ. സോ there we complete why we forget. and ഇനി മെമ്മറി ടെസ്റ്റിങ്ങിന്റെ കാര്യമാണ് ശരിക്കും നമുക്ക് ഇനിയിപ്പോൾ നോക്കാനുള്ളത്. അപ്പോൾ ഈ മെമ്മറി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തിനു ഉപയോഗിക്കുന്നു? ഇത് കോഗ്നിറ്റീവ് സൈക്കോളജിയിലും ക്ലിനിക്കൽ ടെസ്റ്റിംഗ്സ് അല്ല ക്ലിനിക്കൽ സെറ്റിംഗിലും ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടീസ് ആണ് ശരിക്കും മെമ്മറി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വൈ ഡു വി ഡു ഇറ്റ്? സ്പെസിഫിക് മെമ്മറി ഫങ്ഷൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിന് എന്തെങ്കിലും, അതായത് ഒരു വ്യക്തിയുടെ ആ മെമ്മറി ഫങ്ഷൻസിന് എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഗതികളാണ് മെമ്മറി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പല ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ എന്താ പറയണ്ടേ, ഡിഫറെന്റ് കമ്പോണൻസ്, മെമ്മറിയുടെ ഡിഫറെന്റ് കമ്പോണൻസിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഓരോ ടെസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം? ഹൗ വെൽ ക്യാൻ എൻ ഇൻഡിവിജ്വൽ സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, സ്റ്റോർ ചെയ്താലും റിട്രീവ് ചെയ്താലും മാത്രം പോരാ, ഇൻഫർമേഷൻ മാനിപ്പുലേറ്റ് ചെയ്യാനും കഴിയണം. അതിനെ അർത്ഥവത്താക്കിയ രീതിയിലേക്ക് മാറ്റി എടുക്കാനായിട്ടും കഴിയണം എന്നുള്ളതാണ് അല്ലേ. അപ്പോ രണ്ട് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട് മെമ്മറി അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൽ ഒരെണ്ണം നമ്മൾ പറയുകയാണെങ്കിൽ വെഷ്ലർ മെമ്മറി സ്കെയിൽ എന്ന് പറയാം, ദാറ്റ് ഇസ് WMS. ആൻഡ് മറ്റൊന്ന് PGI മെമ്മറി സ്കെയിലാണ്. അപ്പോൾ ഈ ടെസ്റ്റുകൾ അലോങ് വിത്ത് അതർ ടെസ്റ്റ്, ഓക്കെ, ഡിഫറെന്റ് കമ്പോണൻസ് മെമ്മറിയുടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതായത് ഇമീഡിയറ്റ് റീകോൾ, ഡിലേഡ് റീകോൾ, റെക്കഗ്നിഷൻ, വർക്കിംഗ് മെമ്മറി, ഇതിനെയൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം ആ ഒരു മെമ്മറി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കമ്പോണൻസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ. സോ വാട്ട് ആർ ദീസ് കമ്പോണൻസ്? ഒന്ന് ഇമീഡിയറ്റ് റിക്കോൾ. അപ്പൊ ഇമീഡിയറ്റ് റിക്കോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അതിനകത്ത് ശരിക്കും ചെയ്യുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ടു റിമെമ്പർ ഇൻഫർമേഷൻ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ് ഇസ് ബീങ് പ്രസന്റഡ്. അപ്പൊ അതെവിടെ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്? ഷോർട്ട് ടേം മെമ്മറി എന്നാണ് അത് അവിടെ കിട്ടേണ്ടത് അല്ലേ. അപ്പോ ഒരു വ്യക്തിക്ക് എത്ര നന്നായിട്ട് ഇൻഫർമേഷൻ എൻകോഡ് ചെയ്ത് ആ ഒരു ഇൻഫർമേഷനെ റിക്കോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെയാണ് ശരിക്കും ഇവിടെ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലിനിക്കൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ടെസ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പൻസിനോട് യൂഷ്വലി അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് കൊടുത്തിട്ട് അതിനെ റിക്കോൾ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ ഇമേജസ് കൊടുക്കും. അതൊക്കെ കൊടുത്തിട്ട് അതിനെ ഒന്ന് റിക്കോൾ ചെയ്യാനായിട്ട് പറയും. ഇനി മറ്റൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഡിലേഡ് റിക്കോൾ ആണ്. അപ്പൊ ഡിലേഡ് റിക്കോൾ ശരിക്കും അസസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഉള്ള ആ ഒരു കഴിവ് ടു റിമെമ്പർ ഇൻഫർമേഷൻ ആഫ്റ്റർ എ
ടൈം ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു ഡിലേക്ക് ശേഷം, അപ്പൊ പുതിയ ഇൻഫർമേഷൻ ആ വ്യക്തിക്ക് കൊടുത്തിട്ട് ഒരു സ്പെസിഫിക് പീരിയഡിന് ശേഷം ആ വ്യക്തിക്ക് ഇത് ഓർമ്മയുണ്ടോ എന്ന് നോക്കുന്നു. അപ്പൊ ഇതിവിടെ ഇമീഡിയറ്റ് റിക്കോൾ പോലെ അല്ല സംഭവിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? മെമ്മറി, ലോങ് ടേം മെമ്മറിയിൽ അതിനെ റീറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ ഇത് യൂഷ്വലി നടക്കുന്നത് എങ്ങനെയാണ്? ടിപ്പിക്കലി ദേ ആർ ഗിവൻ മെറ്റീരിയൽ ആൻഡ് ദെൻ ദേ ആർ ആസ്ക്ഡ് ടു റീകോൾ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. ഒരു സെറ്റ് ഡിലേ അവരവിടെ വയ്ക്കും. ഡിലേ ചിലപ്പം മിനിറ്റ്സ് ആകാം, അല്ലെങ്കിൽ ദിവസങ്ങളാകാം, അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടാകാം. ഓക്കെ, മറ്റൊരെണ്ണം റെക്കഗ്നിഷൻ ആണ്. അപ്പൊ റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കമ്പോണന്റ് എന്താണ് ശരിക്കും? അപ്പോ ആ ഒരു വ്യക്തിക്ക് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഫ്രം എ സെറ്റ് ഓഫ് ഓപ്ഷൻസ് എന്നുള്ളതാണ്. സോ recognition memory actually refers to the ability to identify previously learned information from a set of options. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ക്ലാസ് പോലെ കോൺസെപ്റ്റ് പഠിപ്പിച്ചു, എന്നിട്ട് ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് അവിടെ തന്നു. അപ്പോൾ ആ ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് ആ പഠിച്ചത് അല്ലെങ്കിൽ നേരത്തെ ഐഡന്റിഫൈ ചെയ്തത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ആസ്പെക്ട്, മെമ്മറിയുടെ ഈ ആസ്പെക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ശരിക്കും നമ്മൾ ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്? വെദർ സംതിങ് ഹാസ് ബീൻ സീൻ, അല്ലെങ്കിൽ ഹേർഡ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ബിഫോർ, അല്ലെ? നേരത്തെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ആ ഒരു റിക്കോൾ ടാസ്ക് പോലെ അല്ല. റിക്കോൾ ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താ പറയേണ്ടത്? അവിടെ നമുക്ക് ആ ഒരു റിട്രീവൽ കൊണ്ടുവരണം വിത്തൗട്ട് എനി ക്യൂസ്, അതല്ലേ റിക്കോൾ എന്ന് പറയുമ്പോഴത്തേക്ക്. റെക്കഗ്നിഷൻ ടാസ്ക് ആക്ച്വലി പ്രോംപ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുത്തിട്ട് അവരോട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറയുന്നത്. മെമ്മറി ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പൊ മെമ്മറിയുടെ ഡിഫറെന്റ് കമ്പോണൻസിനെയാണല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ കംസ് ദ ടെസ്റ്റിംഗ് ഫോർ ദി വർക്കിംഗ് മെമ്മറി. അപ്പം വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ എബിലിറ്റി ടു ടെമ്പററിലി ഹോൾഡ് ആൻഡ് മാനിപ്പുലേറ്റ് ഇൻഫർമേഷൻ. അതല്ലേ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് മെമ്മറി ആ ഒരു ഷോർട്ട് ടേം മെമ്മറി എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വർക്കിംഗ് മെമ്മറി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. അപ്പോ എന്താ പറയേണ്ടത്? മാനിപ്പുലേഷൻ നടക്കണം. ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾ കണ്ടിരുന്നത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത്, പ്രോബ്ലം സോൾവിങ് വർക്കിംഗ് മെമ്മറിയിലാണ് നടക്കുന്നത്. റീസണിങ്, പുതിയ ഇൻഫർമേഷൻ ലേണിംഗ്, അതിനെ യൂസ്ഫുൾ ഫോമിലോട്ടാക്കി മാറ്റുന്നത് എല്ലാം നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയുക എന്നുള്ളത് തന്നെ. ഓക്കെ, now let us look at what is this Wechsler memory scale അല്ലെങ്കിൽ WMS. അപ്പൊ ഇതൊരു കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ഇവാലുവേറ്റിംഗ് ഓഡിറ്ററി, വിഷ്വൽ മെമ്മറി ആൻഡ് വർക്കിംഗ് മെമ്മറി. അപ്പം ഈ WMSന്റെ പ്രധാന ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ജസ്റ്റ് ക്വിക്ക് ആയിട്ടൊന്ന് ഇവിടെ പറഞ്ഞു പോകാം. ഇത് ഡേവിഡ് വെഷ്ലർ എന്ന് പറയുന്ന വ്യക്തിയാണ് ശരിക്കും ഈ ഒരു ടെസ്റ്റ് എന്താ പറയേണ്ടത് ഇൻവെന്റ് ചെയ്തത് 1945. ഓക്കെ, അതിനുശേഷം ഒരുപാടധികം ഇംപ്രൂവ്മെന്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇതിന്റെ കീ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയാൽ, ഒന്ന്, മൾട്ടി ഫെസറ്റഡ് അസസ്മെന്റ് പോസിബിൾ ആണ്. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് മെമ്മറി ഫങ്ഷൻസിനെ ഇത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഓഡിറ്ററി ചെയ്യാം, വിഷ്വൽ മെമ്മറി ചെയ്യാം, വർക്കിംഗ് മെമ്മറിയുടെ ടെസ്റ്റ് ഇവിടെ ചെയ്യാം, ആ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഡിലേഡ് റീകോൾ ചെയ്യാം, റെക്കഗ്നിഷൻ ചെയ്യാം. അതെല്ലാം ഇതിന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇസ് ദി PGI മെമ്മറി സ്കെയിൽ. അപ്പൊ ദിസ് ഇസ് സ്പെസിഫിക്കലി ടൈലേർഡ് ഫോർ ഇന്ത്യൻ പോപ്പുലേഷൻസ്. അപ്പൊ ഇവിടെ നമുക്ക് റീസെന്റ് റിമോട്ട് മെമ്മറി ആൻഡ് മെന്റൽ ബാലൻസ് ഇതൊക്കെ ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് നടത്താം എന്നുള്ളതാണ്. അപ്പൊ PGI മെമ്മറി സ്കെയിൽ, ദിസ് വാസ് ഡെവലപ്ഡ് ബൈ ദ്വാരക പ്രസാദ് ആൻഡ് NN Big എന്നാണ് അവരുടെ രണ്ടുപേരുടെയും പേരുകൾ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ പ്രധാനമായിട്ടും ഒരുപാടധികം മെമ്മറി ഫങ്ഷൻസ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്തുള്ള ടൈപ്പ് ഓഫ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ആ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഒരുപാടധികം ഇന്ത്യയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെസ്റ്റിന്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ PGI മെമ്മറി സ്കെയിൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ പോപ്പുലേഷന്, അപ്പൊ എന്തുകൊണ്ട് ഇന്ത്യൻസിന് പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് അവിടെ വരുന്നത്? ബിക്കോസ് ദിസ് നൗ ബിക്കംസ് കൾച്ചറലി അപ്രോപ്രിയേറ്റ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന് ഉപയോഗിക്കാനായിട്ട് റെലവെന്റ് ആയിരിക്കണം, അല്ലേ? WMS ശരിക്കും ഒരു 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 വെസ്റ്റേൺ സ്റ്റൈലിന് ഉള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ കൾച്ചേഴ്സ് ഡിഫറെന്റ് ആയതുകൊണ്ട് ഇത് പ്രത്യേകിച്ചും എന്താ പറയേണ്ടത്, നമ്മുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ്, നമ്മുടെ സൈക്കോളജിയിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്ക് നമുക്ക് കോണ്ടെക്സ്ച്വലി റെലവെന്റ് ആയിരിക്കണം ആ ഒരു ടെസ്റ്റ് എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീസെന്റ് മെമ്മറി, അപ്പൊ റീസെന്റ് ഈവൻസും ഇൻഫർമേഷനും റിക്കോൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? റിമോട്ട് മെമ്മറി, സോ റിമോട്ട് മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഇസ് ദ എബിലിറ്റി ടു റിക്കോൾ ഇൻഫർമേഷൻ ഫ്രം എ ഡിസ്റ്റന്റ് പാസ്റ്റ്. വളരെ പഴയ ഇൻഫർമേഷൻ, അതായത് കുട്ടിക്കാലത്തെ മെമ്മറീസ്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട്, അതൊക്കെയാണ് റിമോട്ട് മെമ്മറി എന്ന് പറയുന്നത്. അതേപോലെ മെന്റൽ ബാലൻസ് കണക്കാക്കാൻ. അപ്പൊ മെന്റൽ ബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റൻഷൻ അതിന്റെ ഭാഗമായിട്ട് വരും, കോൺസെൻട്രേഷൻ അതിന്റെ ഭാഗമായിട്ട് വരും, ആൻഡ് അവരെന്താ പറയേണ്ടത്, മെന്റൽ സ്റ്റെബിലിറ്റി ഓരോ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ, മെന്റൽ സ്റ്റെബിലിറ്റി എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ WMS പോലെ തന്നെയാണ് PGI സ്കെയിലും ശരിക്കും ആ ഒരു ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ ഷിസ്നോഫേർണിയ, ഡിപ്രഷൻ, ഡിംനേഷ്യ, ബ്രെയിൻ ഇഞ്ചുറി, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, ഇത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ, ഓക്യുപ്പേഷണൽ സെറ്റിംഗ്സിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നറിയാനായിട്ട്, അറ്റൻഷൻ ഡിഫക്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട്, ആൻഡ് എന്താ പറയേണ്ടത്, ഒരു കൊഗ്നിറ്റീവ് ഡിക്ലൈൻ സംഭവിക്കുന്നുണ്ടോ എന്നറിയുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഒരുപാടധികം റിസർച്ചിലും ഇത് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ what we will also do is we will wind up this part of the video also. ഇനി നമുക്ക് സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് മെമ്മറി ആൻഡ് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ കംപ്ലീറ്റ് ലെസൺസിനെ ബേസ് ചെയ്ത്. സോ വി വിൽ സ്റ്റോപ്പ് ദിസ് വീഡിയോ ഹിയർ ആൻഡ് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് മെമ്മറി ഡിസ്കസ് ചെയ്യാം. അപ്പം ആസ് യൂഷ്വൽ ഇതിൻ്റെ ആദ്യത്തെ 3 പാർട്സ് കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മോക്ക് ടെസ്റ്റ് ഉണ്ട്, വീക്ക്ലി ടെസ്റ്റ്, ഡെയിലി ക്വിസ് ഒക്കെ നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. അപ്പോൾ സ്റ്റഡി ഗ്രൂപ്പ് വാട്സാപ്പിലുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. Thank you very much for watching this part and wish you a good day ahead and wish you all success in life.